മൂക്കുപൊത്താതെ വീടിനകത്തും പുറത്തും കഴിയാനാകാത്ത ദുരവസ്ഥയിൽ ഒരു മുൻ അധ്യാപിക. മാള മാമ്പിള്ളി റോഡിൽ താമസിക്കുന്ന ലിസി ഡേവിസാണ് ദുരിതമനുഭവിക്കുന്നത്. മാളച്ചാലിനോട് ചേർന്നുള്ള സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത്. 2 മാസം മുൻപുണ്ടായ കനത്ത മഴയിൽ വീടിനു മുന്നിലെ സ്ഥലത്ത് വെള്ളക്കെട്ടുണ്ടായിരുന്നു. മാളച്ചാലിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ താൽക്കാലിക തടയണ കെട്ടിയതിനാൽ വെള്ളം ഒഴുക്കിവിടാൻ കഴിയാത്ത അവസ്ഥയിലാണ്. വെള്ളം ഒഴുകിപ്പോകാതെ കെട്ടിക്കിടന്നാണ് ദുർഗന്ധം രൂക്ഷമായത്. കിണറിലെ വെള്ളവും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ചതുപ്പു സ്ഥലത്ത് മാലിന്യവും ഒഴുകിയെത്തിയിട്ടുണ്ടെന്നും ലിസി പറഞ്ഞു. ദുർഗന്ധത്തിനൊപ്പം കൊതുക് ശല്യം രൂക്ഷമായിട്ടും പഞ്ചായത്തും ആരോഗ്യവകുപ്പും നടപടിയൊന്നും സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. ഏകദേശം 1.5 മാസം കഴിഞ്ഞു വെള്ളം കെട്ടിക്കിടക്കണം. അതൊരു മഴ ജനുവരി ലാസ്റ്റോടു കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നത്. 24 വർഷമായി ഇവിടെ താമസിക്കുന്നത്. അതിനിടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നത്. വെള്ളം കെട്ടിക്കിടക്കുക മാത്രമല്ല, ഇത് മാലിന്യം നിറഞ്ഞതും ദുർഗന്ധം. ഇതുമൂലം കൊതുകിന്റെ വ്യാപനവും ഇവിടെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇനി കിണർ വെള്ളം വരെ മലിനമാകുന്നു. പലതവണയായി പഞ്ചായത്തിലെ വേണ്ടപ്പെട്ട സെക്രട്ടറി, വാർഡ് മെമ്പർ, പ്രസിഡന്റ്, ഈ നാട്ടിലെ അത്യാവശ്യം പ്രമുഖരായ ആളുകൾ, ജില്ലാ മെമ്പർ, MLA, കളക്ടർ, എല്ലാവരുടെ അടുത്തും ഈ കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കുകയും അതിനുള്ള പരാതി കൊടുക്കുകയും ചെയ്തു. ലാസ്റ്റ് നമ്മൾ മെഡിക്കൽ സൂപ്രണ്ടിന് കൊടുത്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ വന്ന് പരിശോധിച്ചു. വെറുതെ ഒരു ലേശം കുമ്മായി ഇട്ടുപോയി. അതുകൊണ്ട് ഈ പ്രോബ്ലം പരിഹരിക്കപ്പെടുന്നില്ല. അപ്പൊ ഇതിനൊക്കെ അടിയന്തരമായിട്ട് പഞ്ചായത്തിൽ ഒരു തീരുമാനം എടുത്ത് ഇതിനൊരു പരിഹാരം ചെയ്യാവുന്നതുള്ളൂ. മാളച്ചാലിന്റെ വശങ്ങൾ പൂർണ്ണമായി കെട്ടി സംരക്ഷിക്കുകയും ഉപ്പുവെള്ളം കയറാതിരിക്കാൻ സ്ഥിരം തടയണ നിർമ്മിക്കുകയും ചെയ്താൽ മാത്രമേ ഇവരുടെ പ്രശ്നത്തിന് പരിഹാരം കാണാനാകൂ. ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതി RDOക്ക് കൈമാറിയെന്നല്ലാതെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. മാലിന്യം നീക്കം ചെയ്ത് ശുചീകരണം നടത്തി ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ലിസിയുടെ ആവശ്യം. TCV ന്യൂസ്, മാള.